നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ശ്രീരാമദേവൻ, ശ്രീരാമചന്ദ്രൻ ഒരു ബിസിനസ് മെന്റാലിറ്റി ഉള്ള ആളായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവുമോ? എന്നാൽ അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ബിസിനസ് മൈൻഡ് ആയിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. ആദ്യം മുതൽ അവസാനം വരെ അത് തന്നെയായിരുന്നു. ഇത് ഒരു സ്റ്റേജിലും ഒരു മതപ്രസംഗനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. സത്യം ഇതാണ് എന്നിരിക്കെ ഇത് സാധാരണ ജനങ്ങളിലേക്ക് ഈ ആശയം കടന്നു ചെല്ലേണ്ടതാണ്. ഇതിൻ്റെ ഭക്തിവശം മാത്രം നമ്മൾ കേട്ടിട്ടുള്ളൂ. ഭക്തി കൊണ്ട് ആയില്ല, നമ്മളതിൻ്റെ പ്രായോഗിക വശമാണ് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് എന്ത് ഗുണമുണ്ടതുകൊണ്ട് ഈ ഭക്തിയും കൊണ്ട് കിട്ടുന്ന എങ്ങും ഒരു ഉറപ്പുമില്ലാത്ത കുറേ ആത്മീയത വശമാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം വേണ്ടത് അടിത്തറയാണ്. നമ്മൾക്ക് ഈ ആദ്യകാലം മുതൽ തന്നെ ശ്രീരാമൻ സീതയെ വനവാസത്തിന് പോയി, വനത്തിൽ കഴിയവേ സീതയെ കട്ടുകൊണ്ടുപോയി, സീതയെ എവിടെ കൊണ്ടുപോയി, ആര് കൊണ്ടുപോയി എന്നൊക്കെ തേടി പിടിച്ചു. അവരെല്ലാം കൂടെ നടന്നു, 3 പേരും കൂടെ വനത്തിലൂടെ. 3 പേരല്ല 2 പേര്, 3 പേരാണല്ലോ വനത്തിൽ പോയത്. അത് ശ്രീരാമനും ലക്ഷ്മണനും കൂടെ തേടി നടന്നു, കിട്ടിയില്ല. ആ സമയത്താണ് ഈ സുഗ്രീവനു ആയിട്ട് കണ്ടുമുട്ടുകയും കാര്യങ്ങളൊക്കെ അന്യോന്യം പറഞ്ഞ് ഒരു എഗ്രിമെന്റിൽ ഒപ്പുവെക്കുകയും ചെയ്തു. സീത തേടി പിടിച്ചു തരാൻ സുഗ്രീവൻ സഹായിക്കാമെന്നും സഹായിക്കുന്നതിന് വേണ്ടി പ്രതിഫലമായി ബാലി കൈവശപ്പെടുത്തിയിരിക്കുന്ന രാജ്യം, സ്വന്തം രാജ്യം, സുഗ്രീവന്റെ രാജ്യം നേടിത്തരാമെന്നും എടുത്തു തരാമെന്നും ഉള്ള എഗ്രിമെന്റ്. അപ്രകാരം എഗ്രിമെന്റിൽ ഒപ്പുവെച്ച് പിരിഞ്ഞു. കാലാവസ്ഥ മെച്ചമല്ലായിരുന്നതുകൊണ്ട് 4 മാസം കഴിഞ്ഞേ പറ്റുമായിരുന്നുള്ളൂ. മഴ 4 മാസം കഴിഞ്ഞും കച്ചി വന്നില്ല. കച്ചി വരാതിരുന്നപ്പോൾ അങ്ങനെ യുദ്ധത്തിനാവശ്യമുള്ള സാഹചര്യങ്ങളൊക്കെ കരുപ്പിടിപ്പിച്ചെടുത്ത് ഭാരിച്ചൊരു പടയോടുകൂടി, സുഗ്രീവന്റെ പടയോടുകൂടി ലങ്കയിലെത്തുകയും രാവണനുമായിട്ട് ഏറ്റുമുട്ടുകയും സീതയെ തിരികെ ലഭിക്കുകയും ചെയ്തു. ഇതിനിടയ്ക്കൊക്കെ പല ബിസിനസ് മേഖലകളും പറയാനുണ്ട്. അത് ഇത്രയും പ്രാധാന്യമില്ലാത്തതുകൊണ്ട് അതെടുത്ത് പറയുന്നില്ല ഇപ്പോൾ. അങ്ങനെ നേടിയെടുത്തു. സത്യത്തിൽ എഗ്രിമെൻ്റ് അല്ലായിരുന്നു, അത് ബിസിനസ് എഗ്രിമെൻ്റ് അല്ലായിരുന്നു. ശ്രീരാമൻ്റെ കഴിവുകൊണ്ട്, ശ്രീരാമൻ വ്യക്തിപരമായ കഴിവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെ ബാലിയിൽ നിന്നും രാജ്യം നേടി സുഗ്രീവന് തന്നെ കൊടുത്തു. ബാലി ചെയ്തത് തെറ്റാണ്. സ്വന്തം സഹോദരൻ്റെ രാജ്യം പിടിച്ചെടുക്കുകയും സ്വന്തം ഭാര്യയെ കൈവശപ്പെടുത്തുകയും ചെയ്തത് അക്കാലത്തെ നിയമം അനുസരിച്ച് വലിയ തെറ്റായിരുന്നു. ഇത്തരം തെറ്റ് ചെയ്യുന്ന ആളിനെ ചോദ്യം ചെയ്യാൻ ഒരു രാജാവിന് അവകാശമുണ്ട്. ആ ഒരു ന്യായം വെച്ചുകൊണ്ട് ബാലിയെ വധിക്കുകയും സുഗ്രീവന് രാജ്യം കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഉണ്ടായത്. ആ എഗ്രിമെന്റിന്റെ ആ ഒരു വ്യവസ്ഥ അനുസരിച്ച് കാലാവസ്ഥ നന്നായപ്പോൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി അമാന്തിക്കുകയും സമയത്ത് വീണ്ടും ലക്ഷ്മണൻ ചെന്ന് ഈടാക്കി എടുത്തുകൊണ്ട് വന്ന് യുദ്ധം ശ്രീലങ്കയിലേക്ക് ചിറകെട്ടി. ഇത്രയും ആളില്ലാതെ ചിറകെട്ടാൻ പറ്റുമോ? ഭാരിച്ചൊരു പടന്മാരുണ്ടായിരുന്നു, ഭാരിച്ച എണ്ണത്തിൽ. ചിറകെട്ടി ലങ്കയിൽ ചെന്ന് യുദ്ധം കഴിഞ്ഞ് സീതയെ തിരിച്ച് എടുത്ത് രാജ്യത്തിലേക്ക് വന്നു. സത്യത്തിൽ ഇവിടെ നടന്നത് ബിസിനസ് അല്ലേ? ഇതുപോലെ ഒത്തിരി ബിസിനസ്സുകൾ രാമായണത്തിൽ പറയുന്നുണ്ട്. ശ്രീരാമന്റെ കഴിവിന് പകരം തിരിച്ചു കിട്ടിയത് ഒരു വലിയ പടയാണ്, ഒരു വലിയ യുദ്ധത്തിന് വേണ്ടിയിട്ട് സഹായിക്കുകയാണ് ചെയ്തത്.
ചെറിയ കാര്യം കൊടുത്തിട്ട് അതിനേക്കാൾ എത്രയോ ഭാരിച്ച ലാഭമാണ് കിട്ടിയത്. ആ ലാഭം ബിസിനസ് അല്ലായിരുന്നോ? ബിസിനസ് ആയിരുന്നത്. ഇത്തരം ബിസിനസ്സുകൾ പുള്ളിയെ ആരാധിക്കുന്ന ഈ ആരാധകരെ, അനുയായികൾ, അവർക്ക് മനസ്സിലാകുന്നില്ല ഇത്. ഭാരതീയ ജനത പൊതുവെ ബിസിനസ്സിൽ പുറകിലാണെന്ന് തോന്നുന്നല്ലോ. വളരെ കുറവാണ്. ഒരു സർക്കാർ ഉദ്യോഗമാണ് എല്ലാവർക്കും ഇഷ്ടം. വലിയ ജോലിയൊന്നും ചെയ്യണ്ട, ശമ്പളം കിട്ടും. ഇതല്ല, ബിസിനസ് അല്പം പ്രശ്നമുള്ള, അല്പം പ്രയാസമുള്ള, റിസ്ക് എടുക്കണം. ആ റിസ്ക് എടുക്കാൻ തയ്യാറില്ല എന്ന് ഉള്ളൊരു തെളിവല്ലേ ഈ ബിസിനസ്സിൽ ആരും വരാത്തത്. ബിസിനസ് നല്ല ലാഭമുള്ള പണിയാണ്. വടക്കേ ഇന്ത്യയിൽ ഒരു 50,000 75,000 ഒരു മാസം ശമ്പളം വാങ്ങുന്നവർ പോലും അത് ഉപേക്ഷിച്ചിട്ട് അവനെ ബിസിനസ് ചെയ്യും. അത്രയും ഉണ്ടാവും ടൗൺ ഏരിയയിലൊക്കെ. അല്ലെങ്കിൽ തന്നെ ഉയർന്ന ഗ്രാമങ്ങളിൽ, ആൾ താമസമൊക്കെ ധാരാളമുള്ള ഗ്രാമങ്ങളിൽ ബിസിനസ് ചെയ്താൽ ലാഭം ഉണ്ടാവും. ബിസിനസ് രസമുള്ള പണിയാണ്, റിസ്ക് ആണെങ്കിലും. ആ ബിസിനസ്സിലേക്ക് ഒരു ചെറിയ പലചരക്കടയുണ്ടെങ്കിൽ ഒരു കുടുംബം ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഭക്ഷണ കാര്യങ്ങൾ മുഴുവൻ, ഡ്രസ്സ്, ചികിത്സ, ഇതിലെല്ലാം ഉള്ള പണം ചെറിയ ഒരു പലചരക്കടയിൽ നിന്ന് പോലും കിട്ടും. സത്യം അതാണ്. അതല്പം പ്രാക്ടീസ് ചെയ്യണം. പല കടകളിൽ നിന്നായിട്ട് ആശയങ്ങൾ ഗ്രഹിക്കണം. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കിയിരിക്കണം. ബുദ്ധിപൂർവ്വം ഇടപെടണം. വളരെ ശ്രദ്ധിച്ച് ഇടപെടണമെന്നേ ഉള്ളൂ. ബിസിനസ് നല്ലതാണ്. എപ്പോഴും സാമ്പത്തികമായി പുറകോട്ട് പോയി കഴിഞ്ഞാൽ മഞ്ഞൻ നമ്മളെ ഫലിക്കും. അങ്ങനെയാണ് 1000 കൊല്ലം ആവശ്യമില്ലാത്ത, നമുക്ക് പ്രയോജനമില്ലാത്ത ആത്മീയതയും കൊണ്ട് നടന്നത്. ആത്മീയത കൂടിപ്പോയി അല്പം. അതൊരു കാരണമാണ് നമ്മൾ അടിമപ്പെടാൻ. ആത്മീയത കൂടിപ്പോയതുകൊണ്ട് ധനം വേണ്ടത്ര സമ്പാദിച്ചു വെച്ചില്ല, ക്ഷേത്രത്തിൽ കൊടുക്കുന്നില്ല. കഴിവുള്ളത്തോളം ഈ അത് പൈസ ആത്മീയതയാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കൊടുക്കും. എൻ്റെ ആത്മീയത, ക്ഷേത്രങ്ങൾ ആത്മീയതയുടെയാണോ? അത് ബിസിനസ്സല്ലേ? അതുപോലും അറിയാതെ പണം കൊണ്ട് മുഴുവൻ കൊടുത്ത് നിങ്ങളുടെ ക്ഷേത്രങ്ങൾ നിലനിൽക്കാനും പ്രവർത്തനം മുന്നോട്ട് പോകാനും അതിന് ന്യായമായിട്ടുള്ള കൊടുത്താൽ മതി. നമുക്ക് പണം സമ്പാദിച്ചില്ലെങ്കിൽ നമ്മൾ അന്യൻ്റെ അടിമയായി പോകും. അങ്ങനെ 1000 കൊല്ലം പോയി അനുഭവസ്ഥരാ. ഇതൊന്ന് മനസ്സിലാക്കി ബിസിനസ് രംഗത്തേക്ക് പ്രവേശിക്കണം. ശ്രീരാമൻ്റെ ബിസിനസ്സുകാരനായ ശ്രീരാമൻ്റെ അനുയായികൾ ബിസിനസ് രംഗത്ത് തന്നെ ശോഭിക്കും. ഇറങ്ങിപ്പുറപ്പെടുക, തൻ്റെ അടുത്തോടെ ഇറങ്ങിപ്പുറപ്പെടുക, വിജയിക്കും. പലചരക്കട, ഒരു ചെറിയ മുറുക്കാൻ കട കൊണ്ട് നന്നായിട്ട് ജീവിക്കുന്നവരെ എനിക്കറിയാം. ഒരു മുറുക്കാൻ കട, ഒരു ചെറിയ കട, മുറുക്കാനും അതുപോലുള്ള കുടിക്കാനുള്ളതും അതുപോലെയുള്ള അതിലുള്ള ചില്ലറ സാധനങ്ങൾ, സോപ്പ്, ചീപ്പം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് കഴിഞ്ഞു പോകുന്നൊരു കുടുംബം. വേറെ വരുമാനം ഒന്നുമില്ല. 5 സെൻറ്റ് സ്ഥലത്തിൽ വീട് വെച്ച് താമസിക്കുന്ന ആളാണ്. അവർ 5 പേരാണ് കുടുംബാംഗങ്ങൾ. നന്നായിട്ട് മുന്നോട്ട് പോകുന്നു, ഒരു കുഴപ്പമില്ല. അത് മതി. ബിസിനസ് ലാഭമാണ്, ബിസിനസ് നല്ലതാണ്. ഒരു കാരണവശാലും ഉറപ്പില്ലാത്ത വളരെ മോശമായ വരുമാനം കൊണ്ട് ഒരു കടയിൽ പോയി, ഒരു തുണിക്കടയിൽ പോയി നിന്നിട്ട് എന്നാ കിട്ടാനാ? അതിൻ്റെ 2 ഇരട്ടി കിട്ടും ഒരു ചെറിയ ബിസിനസ് ചെയ്താൽ പോലും. ചെറിയ ബിസിനസ് പോലും ബിസിനസ് ലാഭമാണ്. അത് ഈ ശ്രീരാമൻ്റെ അനുയായികളൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം. പുറകോട്ട് നിൽക്കാതെ ബിസിനസ് പറ്റും. നമ്മളുടെ ദൈവം, നമ്മളുടെ ദേവൻ, നമ്മൾ ആരാധിക്കുന്ന ദേവൻ ബിസിനസ് മൈൻഡോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. എല്ലാം ആദ്യം മുതൽ നോക്കിയാൽ അറിയാതെ. വില്ല് പൊട്ടിച്ച് അവിടെ സീതയെ കല്യാണം കഴിക്കാൻ അത് മുതൽ തുടങ്ങിയിട്ടുണ്ട് അതിന് ബിസിനസ് മെൻറ്റാലിറ്റി. അത് ഇങ്ങോളം കാണുന്നുണ്ട്. പട്ടാഭിഷേകം വരെയുള്ള അധ്യാത്മരാമായണത്തിൽ അത് കാണുന്നുണ്ട്. മഹാഭാരതത്തിൽ ബിസിനസ് നല്ലപോലെ കാണിക്കുന്നുണ്ട്. ശ്രീരാമനും ശ്രീകൃഷ്ണനും ബിസിനസ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. ബിസിനസ് മെൻറ്റാലിറ്റി അത്യാവശ്യമാണ്. ഭൗതിക നിലനിൽപ്പിനും ഭൗതിക ജീവിതത്തിനും ഭൗതിക സമ്പത്തുകൾ നേടാനും ബിസിനസ് മെൻറ്റാലിറ്റി വേണം. ഇല്ലാതെ സുഗമമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ബിസിനസ് മെൻറ്റാലിറ്റി അതൊരു ടെക്നിക്കാണ്, അതൊരു കഴിവാണ്. അതൊരു ബിസിനസ്സുകാരനെ വേറെ ആൾക്ക് പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. കാരണം അവന് മിക്കവാറും വശങ്ങൾ അറിയാം, അനുഭവങ്ങൾ ധാരാളമാണ്. കാര്യങ്ങൾ മറ്റൊരുത്തന്നെ ആലോചിക്കുമ്പോഴും മനസ്സിൽ വരും എന്താ അവൻ ആലോചിക്കുന്നത്. അത് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നൊരു അനേക പേരുടെ ഇടപെടലിൽ നിന്നും മറ്റും കിട്ടുന്നൊരു അറിവാണത്.
ബിസിനസ് മേഖലയിൽ മുന്നോട്ട് വരൂ. അത്യാവശ്യമായിട്ട് വേണ്ടത് അതാണ്. ആദ്യം അത്. രണ്ടാമത് ആത്മീയത. രണ്ടാമത് ചോദ്യം ആത്മീയത. ആത്മീയത എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോവും, ഇല്ലെങ്കിൽ സ്വർഗമില്ലെന്ന് വെച്ചോ. ഇനി മുക്തി വേണം എന്നാണ് വിശ്വസിക്കുന്നെങ്കിൽ ഈ മുക്തിയും നോക്കിയിരുന്നാൽ പല വലിയ അടിമയായിപ്പോവും. അടിമയായി കഴിഞ്ഞാൽ അവൻ പറയുന്നതൊക്കെ ചെയ്യണം. കോഴിയെ കൊല്ലണം എന്ന് പറഞ്ഞാൽ കോഴിയെ കൊല്ലണം. അങ്ങനെ പറ്റിയ ഒരു കുടുംബം എനിക്കറിയാവുന്നുണ്ട്. വലിയ കുടുംബമാണ്. അതെങ്ങനെ അടിമപ്പെട്ടു എന്ന് എനിക്ക് അതിൻ്റെ വശങ്ങളെ അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അവസാനം കോഴിയെ, ആ വീട്ടിലെ കോഴിയെ വരെ കൊല്ലുന്നത് ഇന്ത്യാനായി മാറി. ഒരിക്കലും മാംസം കഴിച്ചിട്ടില്ലാത്ത, മീൻ കഴിച്ചിട്ടില്ലാത്ത, അത് കഴിക്കുന്നവരോട് പോലും അടുക്കാത്ത അത്ര ചിട്ടയെ ജീവിച്ച ഒരു മനുഷ്യൻ കോഴിയെ കൊല്ലുന്ന ലെവലിലായി അവസാനം. സാമ്പത്തികമായിട്ട് അതുപോലെ തകർന്നുപോയി. ആത്മീയതയെ കൊണ്ട് നടന്നതാണ്. ആത്മീയത വേണം, വേണമെന്നല്ല. നമുക്ക് ആദ്യം സമ്പത്ത് വേണം. ഭൗതിക സമ്പത്തുകൾ, ഭൗതിക സെറ്റപ്പ് ഒന്ന് ശരിയാക്കണം, ആവശ്യങ്ങളൊക്കെ നിറവേറ്റണം. അതിനുശേഷം ആത്മീയത ഒരിക്കലും മതി വരികയില്ലെന്നൊക്കെ ചിന്തിച്ച് അതല്ല, അങ്ങനെ വരും. അത്യാവശ്യമുള്ളത് നമുക്കറിയാം. അത്യാവശ്യം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്പം കൂടെ ആത്മീയതയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് കാര്യമില്ല. അല്ലാതെ ആകാമെങ്കിൽ ആയിക്കോ. ഭൗതിക സമ്പത്ത് നേടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിന് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമ്പത്തില്ലെങ്കിലും ഒക്കെ ചെയ്യാവുന്ന ഒന്നാണ് ബിസിനസ്. അത് ചെറിയ രീതിയിൽ പോലും ചെയ്യാം. 500 രൂപ കൊണ്ട് ബിസിനസ് ചെയ്ത പല ആൾക്കാരെ എനിക്കറിയാം. 1000 കൊണ്ട്, 2000 കൊണ്ട്, 5000 കൊണ്ട്, 10000 കൊണ്ടൊക്കെ ബിസിനസ് ചെയ്യാം. ഒരു വിഷമവും ഇല്ല. അതിൽ നിന്നൊക്കെ ആദായം കിട്ടും. ബിസിനസ് മേഖലയിലേക്ക് വരണം ഈ ശ്രീരാമൻ്റെ അനുയായികളെല്ലാം. അത് അത്യാവശ്യമാണ്. ദയവായിട്ടൊന്ന് ആലോചിക്കണേ. ഓക്കെ.